സ്നേഹബഹുമാനമുള്ള അധ്യക്ഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള പിതാവ്, മാനന്തവാടി മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ, വേദിയിലുള്ള മറ്റ് വൈദിക ശ്രേഷ്ഠരെ, PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള രക്ഷിതാക്കളെ, അധ്യാപകരെ, കുട്ടികളെ. ഇപ്പോൾ പിതാവ് എല്ലാ കാര്യങ്ങളും ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പം ഞാൻ എത്താൻ കുറച്ച് വൈകി. രാവിലെ തൊട്ട് ഓരോ പരിപാടി കഴിഞ്ഞ് എത്തിച്ചേരാനുള്ള സമയം വൈകിയതാലും ക്ഷമ ചോദിക്കുകയാണ്. ഈ അവസരത്തിൽ സ്കൂളിൻ്റെ 5ാമത് വാർഷികമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്കൂളിൻ്റെ ഈ വാർഷികമായതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്കൂളുകളെ സംബന്ധിച്ചും എഡ്യൂക്കേഷനെക്കുറിച്ചുമാണ് നമ്മൾ പറയേണ്ടത്. പൊതുവേ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ശാസ്ത്രവും സാങ്കേതികവും വികസിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളും അതിനനുസരിച്ചുള്ള പാഠ്യ രീതികളും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ഉള്ളത്. ശാസ്ത്രം തീർച്ചയായിട്ടും ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് മനസ്സിലാക്കി ഇപ്പം പൊതുവേ അങ്ങനെയാണ് കാണുന്നത്. പൊതുവേ നമ്മുടെ പാഠ്യ പദ്ധതിയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളിപ്പോൾ കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ നമ്മുടെ കരിക്കുലത്തിലും ഒക്കെ തന്നെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നു. പക്ഷെ മാറാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് വ്യക്തിപരമായി ഞാനത് സംബന്ധിച്ച് വിലയിരുത്തപ്പെടുന്നത്. പുതിയ ടെക്നോളജി ശാസ്ത്രീയമായി വികസിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പാഠ്യപദ്ധതിയിൽ മാറ്റം വന്നേ പറ്റൂ. എന്നാലല്ലേ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും അങ്ങനെ തന്നെ നമ്മുടെ കുട്ടികൾ വളരണം. പക്ഷേ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള നമ്മുടെ പാഠ്യപദ്ധതിയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു വിദ്യാഭ്യാസം മതിയോ, അല്ലെങ്കിൽ നമ്മുടെ വളരുന്ന ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസം തന്നെ മാത്രം മതിയോ? നമ്മൾ വിസ്മരിച്ചു പോകുന്ന, അതായത് മനഃപൂർവ്വമല്ലാതെ വിസ്മരിച്ചു പോകുന്ന നമ്മുടെ സാംസ്കാരികതയുടെ ഒരു വിദ്യാഭ്യാസമുണ്ട്. അത് നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലാകെ അതുണ്ട്. നമ്മുടെ സംസ്കാരത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട്, നമ്മുടെ ആതിഥ്യ മര്യാദകളെ പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ട് നമ്മുടെ ആധുനിക വിദ്യാഭ്യാസം മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്ത് സംഭവിക്കും എന്നുകൂടി പരിശോധിച്ച് പോകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്കിവിടെ അഭിപ്രായപ്പെടാനുള്ളത്. മറ്റൊന്ന് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചാണ്. കുട്ടികൾ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. എനിക്കും ഈ പറഞ്ഞ പോലെ 2 മക്കളുണ്ട്. നമുക്കെല്ലാവർക്കും നമ്മളെ മക്കൾ പ്രിയപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ആ മക്കളെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മൾ അയക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ അതിനു വേണ്ടിയിട്ട് നമ്മൾ മെരുക്കപ്പെടുമ്പോൾ, ഇന്നത്തെ രക്ഷിതാക്കൾ അവലംബിക്കുന്ന ഒരു പുതിയ രീതിയുണ്ട്. തിരക്ക് പിടിച്ചതാണ് നമ്മളെല്ലാവരും, ജീവിതം തിരക്ക് പിടിച്ചതാണ്. മക്കളെ വേണ്ട പോലെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷേ ആ തിരക്ക് കാരണം മക്കളെ വേണ്ട രീതിയിൽ വളരെ ചെറുപ്പത്തിലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വെറും പാഠ്യപദ്ധതിയിൽ മാത്രം ഒഴുകി
മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉള്ള ഒട്ടനവധി പരിണിത ഫലങ്ങളൊക്കെ നമ്മൾ ന്യൂ ജനറേഷനെ കുറിച്ച് നമ്മൾ കുറ്റപ്പെടുത്തി പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ന്യൂ ജനറേഷൻ നമ്മുടെ മക്കളെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുന്നത് ശരിയല്ല. കാരണം അതിൽ നമുക്കൊരു രക്ഷിതാക്കൾക്ക് നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി കൃത്യമായി നമുക്ക് ശ്രദ്ധിച്ചു പോകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സൂചന. മറ്റൊന്ന്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കി ഇന്ന് എഡ്യൂക്കേഷൻ ഒരു വേൾഡ് എന്ന തലത്തിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെ പിതാവ് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഇന്ന് ലോകത്തിൽ എവിടെയും ലഭ്യമാകുന്ന രീതിയിലേക്ക്, അങ്ങനെയാണ്, ലോകത്തിൽ എവിടെയും ലഭ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. അത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമുള്ളവനും സാമ്പത്തികമില്ലാത്തവനും അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുമെന്നുള്ളതും മറ്റൊരു ഗുണകരമായിട്ടുള്ള കാര്യവും നമുക്ക് ഈ ന്യൂ എഡ്യൂക്കേഷൻ കാലത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ 5 വർഷക്കാലമായിട്ട് ഇവിടെ തുടക്കം കുറിച്ച് പ്രവർത്തിക്കുന്ന സ്കൂള് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ഇതിൻ്റെ മാനേജ്മെൻറ്റിന് സാധിക്കുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ അധികാരികൾക്കും അതിൻ്റേതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളും നമുക്ക് വിസ്മരിക്കാതെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട്. ഈ അവസരത്തിൽ ഞാനിവിടെ വന്നപ്പോൾ പിതാവിനെ ഞാൻ കണ്ടിട്ട് കുറച്ച് വർഷങ്ങളായി. എനിക്ക് തോന്നുന്നൊരു 3-4 വർഷമെങ്കിലും ഞാൻ പിതാവിനെ കണ്ടിട്ട് നേരിൽ കാണാതെ പോയി എന്നുള്ളതാണ്. ഞാനിപ്പോൾ പറയും പിതാവിനെ കാണുവാണ്. ഇപ്പോൾ അമേരിക്കയിലാണ്. വീണ്ടും കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പിതാവ് കുറച്ച് ആദ്യത്തെക്കാളും കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഏതായാലും നമ്മളെ നയിക്കുന്ന പിതാവ് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ തന്നെ ഈ അവസരത്തിൽ നമുക്കിവിടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അധികാരികൾക്ക് സാധിക്കട്ടെ എന്നുകൂടി സൂചിപ്പിച്ച് ഈ സ്കൂളിൻ്റെ 5ാമത് വാർഷികത്തിന് വ്യക്തിപരമായിട്ടുള്ള MLA എന്ന നിലയിൽ എല്ലാ തരത്തിലുമുള്ള ആശംസകളും വിജയങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you, Shri Yowa Kelu MLA, for your words of vision.